എന്റെ പൊന്നടിവേ, ഈ ഇൻഷുറൻസ് കമ്പനിയും ഈ പ്രൈവറ്റ് ആശുപത്രിയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഈ മീശമാധവന്റെ പിള്ളേച്ചനും സരസവും തമ്മിലുള്ള ബന്ധം പോലെ ഒരു അവിഹിത ബന്ധം. നിങ്ങൾ കേൾക്കണം കേട്ടോ. കഴിഞ്ഞ മാസം തന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു കൈവേദന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കമന്ന് കിടന്ന് ഒത്തിരി നേരം സീരിയൽ കണ്ടതിന്റെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, വാ നമുക്ക് ആശുപത്രി പോകാന്ന് പറഞ്ഞു. ഗവൺമെന്റ് ആശുപത്രിയോട്ട് കണ്ടിയെ കയറി ഇരുന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എനിക്ക് ഗവൺമെന്റ് ആശുപത്രി പോകണ്ട, എനിക്ക് പ്രൈവറ്റ് ആശുപത്രി പോയാൽ മതി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറയുന്നത് അമ്മമാർക്കുള്ളതാ, പ്രൈവറ്റ് ആശുപത്രി മമ്മിമാർക്കാണ്. അമ്മ സമ്മതിച്ചില്ല. അവസാനം ഞാൻ അമ്മേനെ കൊണ്ട് ആ ഗവൺമെന്റ് ആശുപത്രി വിട്ടിട്ട് ഞങ്ങളുടെ നാട്ടിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല നമ്മൾ സാധാരണ ആശുപത്രി ചെല്ലുമ്പോൾ മണമൊന്നുമില്ല, നല്ല മുല്ലപ്പൂവിന്റെ മണം. ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ആശുപത്രിയുടെ മുന്നോട്ട് ചെന്നാൽ തന്നെ ഫ്രണ്ട് ഡെസ്കിൽ തന്നെ ഡയാനെ പോലെ ഒരു 5 അടിപൊളി പെണ്ണുങ്ങൾ നിരന്നിരിക്കുകയാണ്. ഞങ്ങൾ അകത്തോട്ട് കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പം ആരൊക്കെയാ വന്നു. ഒരാൾ അമ്മയുടെ പ്രഷർ നോക്കുന്നു, ഒരാൾ വെയിറ്റ് നോക്കുന്നു, ഒരാൾ ഷുഗർ നോക്കുന്നു, ഞാൻ അവിടെ നിന്ന് വായി നോക്കുന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടുത്തെ ഏതോ ഒരു എല്ലിന്റെ ഡോക്ടർ എല്ലാം നോക്കിയിട്ട് വെറും 35 രൂപയുടെ ഓയിൽമെന്റ് എഴുതി കൊടുത്തു. അപ്പൊ ഞാൻ ആലോചിച്ചേ, ഞാൻ എന്തൊരു മണ്ടന, ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചു. ഇവരെ കുറിച്ചാണോ ഞാൻ ഈ കോമഡി സ്കിറ്റ് ചെയ്യാൻ വേണ്ട വേണ്ട, മോശം മോശം മോശം. എല്ലാം അവസാനിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് വേറെ സുന്ദരിയായ മേഡം എന്ന് പറഞ്ഞു, 45 റൂമിൽ ഷുഗറിന്റെ ഒരു ഡോക്ടർ ഉണ്ട്, പുള്ളിക്കാരനെ കൊണ്ടൊന്ന് കണ്ടിട്ട് പോകണം. കേട്ടോ നെൽസ? ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അമ്മയ്ക്ക് ഷുഗർ കൂടുതലാണ്, അത് കാരണം കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ, കുറഞ്ഞ ഷുഗർ ഇടയ്ക്കൊന്ന് കൂട്ടാൻ വേണ്ടി വേറെ എന്തോ സുലിൻ, പ്രഷർ ബാലൻസ് ആക്കാൻ മഞ്ഞ ഗുളിക, പ്രഷർ വല്ലപ്പോഴെങ്കിലും ഇൻബാലൻസ് ആക്കാൻ വേണ്ടി ചുമന്ന ഗുളിക, ഇനി അപ്പോൾ വിയർത്താൽ വേറൊരു ഗുളിക, വിയർത്തില്ലെങ്കിൽ വേറൊരു ഗുളിക. എല്ലാത്തിന്റെ അവസാനം ഒരു വലിയ ബ്ലഡ് ടെസ്റ്റ്. അതിന്റെ കാശ് ഇപ്പോൾ കൊടുത്താൽ മതി, പക്ഷെ 10 ദിവസം കഴിഞ്ഞ് വന്ന് ബ്ലഡ് കൊടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം കൂടെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കി ഒരു ATM കാർഡ് പോലത്തെ ഒരു കാർഡും നമ്മുടെ കയ്യിൽ തരും. ഒരു 10 പൈസയുടെ ഒരു തുണ്ടുപേപ്പർ പോലും നമ്മുടെ കയ്യിൽ തരത്തില്ല. മാസം നമ്മൾ ഈ കാർഡുമായിട്ടൊക്കെ ചെന്ന് കയറി കൊടുത്താൽ മാത്രം മതി. മൊത്തം 6500. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആശുപത്രിയുടെ മുന്നിൽ തന്നെ ആശുപത്രിയുടെ വിശാലമായ ഒരു കഫ്റ്റീരിയ ഉണ്ട്. പക്ഷേ ഈ കഫ്റ്റീരിയയിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ പ്രഷറിന്റെ ഡോക്ടറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒരു മുട്ട പപ്സ് 2 ചായ 90 രൂപ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാര്യം ആലോചിച്ചത്. സത്യം പറഞ്ഞാൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അല്ല, അതൊരു ഹോസ്പിറ്റാലിറ്റിയാണ്. എന്താന്ന് ചോദിച്ചാൽ മെഡിക്കൽ ഷോപ്പ്, ഇൻഷുറൻസ് ഡെസ്ക്, അതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ സെന്റർ, അതിന്റെ കൂടെ ഒരു ഇച്ചിരി ട്രീറ്റ്മെന്റ്, എല്ലാം കൂടെ ഒരു ഹോസ്പിറ്റാലിറ്റി കംപ്ലീറ്റ് പാക്കേജാണ് നമ്മുടെ നാട്ടിലെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ. ചുമ്മാ നല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ എന്തെടുത്താലും പക്കാവട തിന്നുന്ന പോലെ ഈ പാരസിറ്റമോൾ തിന്നാൻ പോകുന്നു. കാലുവേദനയ്ക്ക് പാരസിറ്റമോള്, മുട്ടുവേദനയ്ക്ക് പാരസിറ്റമോള്, വയറുവേദനയ്ക്ക് പാരസിറ്റമോള്, തലവേദനയ്ക്ക് പാരസിറ്റമോൾ, എന്തൊരു ഇപ്പൊ മുടി കൊഴിച്ചലും ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും പാരസിറ്റമോളാണ് തിന്നുന്നത്. ഇങ്ങനെയായി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് മാസം റേഷൻ കട വഴി ഓരോ കിലോ ഡോളോ 650 കൂടെ കൊടുക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.